നമ്മളുടെ ഫേഷ്യൽ സ്ട്രക്ചർ നാച്ചുറലായി ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടങ് പോസ്റ്റർ ടെക്നിക്കാണ് മ്യൂവിങ്. നിങ്ങൾ പലവരും നിങ്ങളുടെ തന്നെ ഫേഷ്യൽ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂവിങ് ട്രൈ ചെയ്തിട്ടുള്ളവരാവാം. പക്ഷേ ഇപ്പോൾ പറയുവാണെങ്കിൽ ഒട്ടുമിക്കവരും മ്യൂവിങ് എന്നൊരു കാര്യം തന്നെ മറന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഒത്തിരി നാളായി മ്യൂവിങ് ചെയ്തിട്ടും അവർക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാത്തതാണ്. പക്ഷേ മ്യൂവിങ് ചെയ്തുകൊണ്ട് മാത്രം ഫേഷ്യൽ സ്ട്രക്ചർ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള നിരവധി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് നമ്മളും കണ്ടിട്ടുണ്ട്. അവർ എങ്ങനെയാകും ആ റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടാവുക? അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും മ്യൂവിങ് കൊണ്ട് ഒരു നോട്ടീസബിൾ റിസൾട്ട് നേടാൻ സാധിക്കാത്തതെന്നും തോന്നാത്തവരായിരിക്കില്ല നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ മ്യൂവിങ്ങിനെ പറ്റി അന്വേഷിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ കൂടുതലും കേൾക്കുന്നത് ഇങ്ങനെയായിരിക്കും: നിങ്ങൾ എത്ര ചെറുപ്പത്തിൽ മ്യൂവിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത്രയും ബെറ്ററായ റിസൾട്ട് കിട്ടുമെന്ന്. മ്യൂവിങ് കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളവർ അവരുടെ ചെറുപ്പത്തിലെ മ്യൂവിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാകുമോ? അതുപോലെ തന്നെ നിങ്ങൾ മ്യൂവിങ്ങിനെ പറ്റി എല്ലാം അറിഞ്ഞു വന്നപ്പോൾ ലേറ്റായി, എനിക്കിനി മ്യൂവിങ് വർക്കാവില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ളവരാണോ നിങ്ങൾ? മ്യൂവിങ്ങിനെ പറ്റി നിങ്ങൾ ഇതുവരെ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യവുമായാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതറിഞ്ഞു കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര മ്യൂവിങ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തതെന്നും അതുപോലെ ഈ മ്യൂവിങ് ചെയ്ത് റിസൾട്ട് നേടിയിട്ടുള്ളവർ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തതെന്നും മനസ്സിലാവുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് മ്യൂവിങ്ങിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ അത് യൂസ്ഫുൾ ആയേക്കാം. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും മ്യൂവിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ടങ്ക് നമ്മുടെ അപ്പർ പാലറ്റിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അപ്പർ പാലറ്റ് അഥവാ മാക്സിലാ ബോൺ എക്സ്പാൻഡ് ആവുന്നു. അതിന്റെ റിസൾട്ടായി നമ്മുടെ ഫേഷ്യൽ അപ്പിയറൻസും ഇംപ്രൂവ് ചെയ്യുന്നു. സിമ്പിളായി പറയുവാണെങ്കിൽ ഇതാണ് മ്യൂവിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ മാക്സിലാ ബോണിൽ ഇതുപോലെ ക്രാക്സ് ഉണ്ട്. കാരണം അതൊരു സിംഗിൾ ബോൺ അല്ല, അതുകൊണ്ട് തന്നെയാണ് അത് എക്സ്പാൻഡ് ആവുന്നതും. നമ്മുടെ മാക്സിലാ ബോണിൽ മാത്രമല്ല, നമ്മളുടെ സ്കള്ളിൽ തന്നെ കുറെ ക്രാക്സ് പോലെ നമുക്ക് കാണാം. 22 ബോൺസ് കൂടിച്ചേർന്നാണ് സ്കള്ള് ഫോം ആയിട്ടുള്ളത്. ആ ഓരോ ബോൺസും കണക്ട് ചെയ്തിരിക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ്. ആൻഡ് ദേ കോൾഡ് സ്യൂച്ചേഴ്സ്. നമ്മളിപ്പോൾ രാവിലെ തൊട്ട് കിടന്നുറങ്ങും വരെ മ്യൂവിങ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ മാക്സിലാ ബോണിൽ ഒരു വിധത്തിലുമുള്ള എക്സ്പാൻഷനും കാര്യവും ഉണ്ടാവുന്നില്ല. വാട്ട് ആർ വി ആക്ച്വലി ഡൂയിങ് ഈസ് വി ആർ സ്ട്രെച്ചിങ് ദ സോഫ്റ്റ് ടിഷ്യൂസ് ഇൻ അവർ മാക്സിലാ ബോൺ. നമ്മുടെ മാക്സിലാ ബോണിന്റെ നടുക്കും അതിന് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ സ്യൂച്ചേഴ്സ്, അതാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. ഈ സോഫ്റ്റ് ടിഷ്യൂസിലെ സ്ട്രെച്ച് ഓവർ ദ ടൈം നമ്മുടെ മാക്സിലാ ബോണിലെ എക്സ്പാൻഷന് കാരണമാവുന്നു. അങ്ങനെയാണ് മ്യൂവിങ് വർക്ക് ചെയ്യുന്നത്. ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പലവർക്കും മ്യൂവിങ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഉറങ്ങുമ്പോൾ നമ്മൾ പലരുടെയും സ്ലീപ്പിംഗ് പോസ്റ്റർ പലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂവിങ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മളുടെ ടങ്ക് നാച്ചുറലി താഴേക്ക് ഡ്രോപ്പ് ആവും. ഉറങ്ങുമ്പോൾ നമുക്ക് മ്യൂവിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് സോഫ്റ്റ് ടിഷ്യൂസ് സ്ട്രെച്ച് ചെയ്ത് നിർത്താൻ സാധിക്കാതെ വരുന്നു. നമ്മൾ രാവിലെ തൊട്ട് മ്യൂവിങ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത സോഫ്റ്റ് ടിഷ്യൂസ് ആണെങ്കിലോ അത് എത്തിയെടുത്ത് നിൽക്കാനും റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ഡേ ടൈമിൽ മ്യൂവിങ് ചെയ്തുണ്ടാക്കിയ പ്രോഗ്രസ് ഫുൾ നൈറ്റ് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ റിവേഴ്സ്ഡ് ആവുന്നു. അതുകൊണ്ടാണ് ടങ്ക് മൗത്തിന്റെ റൂഫിൽ 24 അവേഴ്സും ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എത്ര മ്യൂവിങ് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കാണാത്തത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മ്യൂവിങ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളവർ അവരുടെ ചെറുപ്പത്തിലെ മ്യൂവിങ് ജേണി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, അവർക്ക് മ്യൂവിങ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴും അവർക്ക് സോഫ്റ്റ് ടിഷ്യൂസിൽ സ്ട്രെച്ച് ചെയ്ത് പ്രോഗ്രസ് റിവേഴ്സ്ഡ് ആവാതെ നോക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയായിരിക്കും അവർ മ്യൂവിങ് ചെയ്യാത്തപ്പോഴും പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അതിന് അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓറൽ ഡിവൈസ് ആണ്. ആൻഡ് ദിസ് ഈസ് മയോബ്രേസ്. കുട്ടികളുടെ ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ അവരുടെ ക്രൂക്കഡ് ടീത്ത്, അതുപോലെ തന്നെ OMDS ഓറൽ ഫേഷ്യൽ മയോഫങ്ഷണൽ ഡിസോർഡേഴ്സ്, ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനും വേണ്ടി മയോഫങ്ഷണൽ തെറാപ്പിസ്റ്റ് അവരുടെ പേഷ്യന്റിന് റെക്കമെൻഡ് ചെയ്യുന്നതാണ് മയോബ്രേസ്. ട്രഡീഷണൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ബ്രേസസും ടൂത്ത് എക്സ്ട്രാക്ഷൻസും ഫേഷ്യൽ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ മയോബ്രേസ് ഡ്യൂയിങ് ദ എക്സാക്ട് ഓപ്പോസിറ്റ്. മയോബ്രേസ് അപ്പർ പാലറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ടൂത്തിനും പ്രോപ്പറായി അലൈൻഡായി നിൽക്കാൻ സ്പേസ് കിട്ടുകയും ക്രൂക്കഡ് ടീത്ത് നാച്ചുറലായി ഫിക്സും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ അത് മയോഫങ്ഷണൽ ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുകയും അതിന്റെ റിസൾട്ടായി പ്രോപ്പർ ഫേഷ്യൽ ഗ്രോത്തും ലഭിക്കുന്നു. മയോബ്രേസ് നമ്മൾ എത്ര നേരം മൗത്തിൽ വെക്കുന്നുവോ അത്രയും നല്ലത്. എന്നാലും ഉറങ്ങുമ്പോൾ വെച്ച് കിടക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മയോബ്രേസ് പോലുള്ള ഓറൽ ഡിവൈസ് നമ്മൾ മൗത്തിൽ വെക്കുമ്പോൾ അത് നമ്മളുടെ ജോയിനെ അതിന്റെ നാച്ചുറൽ പൊസിഷനിൽ റിലാക്സ് ആക്കി നിർത്തുന്നു. അതിനോടൊപ്പം നമ്മൾ മ്യൂവിങ് ചെയ്യുന്നതിനേലും എഫക്റ്റീവായിട്ട് നമ്മളുടെ സോഫ്റ്റ് ടിഷ്യൂസിനെ സ്ട്രെച്ച് ചെയ്യാൻ മയോബ്രേസ് പോലുള്ള ഓറൽ ഡിവൈസുകൾക്ക് സാധിക്കുന്നു. മയോബ്രേസ് നമ്മൾ നൈറ്റ് വെച്ച് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് മ്യൂവിങ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അത് ഒരു പ്രശ്നമായി വരുന്നില്ല. കാരണം മയോബ്രേസ് അവിടെ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മ്യൂവിങ് പ്രോഗ്രസ് റിവേഴ്സ്ഡ് ആവാതെ മ്യൂവിങ് കൊണ്ടുള്ള നിങ്ങളുടെ റിസൾട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കി തരുന്നു. കുട്ടികൾക്കാണ് മയോബ്രേസ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഇത് അഡൽട്സിനും ഒരേപോലെ വർക്കാവുന്നതാണ്. മ്യൂവിങ് നിങ്ങൾ എത്ര ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള മ്യൂവിങ് റിസൾട്ട് നേടിയിട്ടുള്ള
മറ്റുള്ളവർ അവരുടെ യങ് സ്റ്റേജിലെ മ്യൂവിങ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മാത്രമല്ല അവർ മ്യൂവിങ് കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾ മ്യൂവിങ്ങിനെ പറ്റി അറിഞ്ഞു വന്നപ്പോൾ ലേറ്റായി എനിക്കിനി മ്യൂവിങ് വർക്കാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് അങ്ങനെയല്ല. നിങ്ങളും മ്യൂവിങ് ചെയ്യുമ്പോൾ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മ്യൂവിങ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ എല്ലാം റിവേഴ്സ്ഡ് ആവുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എത്രമാത്രം മ്യൂവിങ് ചെയ്തിട്ടും റിസൾട്ട് കാണാത്തത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയറും ചെയ്യുക. നാച്ചുറലായി ലുക്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. കീപ് മൂവിങ്, സ്റ്റേ കൺസിസ്റ്റന്റ്.